നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ കൊളംബിയക്കെതിരെ വിജയിച്ചേറിയെങ്കിലും അവർക്ക് ആശങ്കയായിട്ട് രണ്ട് പരിക്കുകളുണ്ട്. ഒന്ന് ഗേഴ്സിൻ്റേത്, മറ്റൊന്ന് ആലിസൺ ബെക്കർക്കും പരിക്കേറ്റു. ആലിസൺ ബെക്കർക്ക് ഹെഡ് ഇഞ്ചുറിയാണ്. കൊളംബിയൻ താരവുമായിട്ട് കൊളൈഡ് ചെയ്തു. എന്തായാലും അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ബെൻഡോ ഗോൾ കീപ്പറായിട്ട് വന്നു. ഇനിയിപ്പോൾ അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ലേ? കൺകഷൻ സബ്ബായിട്ടാണ് അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുപോയിരുന്നത്. ഇപ്പോൾ ബ്രസീൽ ടീമിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് CBFൻ്റെ ഈ ഒരു റെക്കമെൻഡേഷൻ, ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ള പ്രോട്ടോക്കോൾ എന്താണ്, അതിന് റെക്കമെൻഡേഷൻ എന്താണ് നമ്മൾ നോക്കുകയാണ്. അതിൽ പറയുന്നത് 5 ദിവസങ്ങളെങ്കിലും താരങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കണം എന്നാണ്. അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ് CBFൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അർജൻറ്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ആലിസൺ ബെക്കർക്ക് കളിക്കാൻ പറ്റില്ല. ഇനി ആ പ്രോട്ടോക്കോൾ ആക്ടിവേറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ ഈ 5 ദിവസം പുറത്തിരിക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതേസമയം മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ആലിസന് ഹെഡ് ഇഞ്ചുറിയാണ് സംഭവിച്ചിരിക്കുന്നത്. കൺകഷൻ സസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇപ്പോൾ CBFൻ്റെ പ്രോട്ടോക്കോൾ, CBF റെക്കമെൻഡ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. ഇനി അടുത്ത ടെസ്റ്റുകൾ, ഇമാജിംഗ് ടെസ്റ്റുകളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്യും. ആദ്യം നമ്മൾ CT സ്കാൻ എടുക്കും, ദെൻ മറ്റ് MRIയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്യും. എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവും നോർമലുമാണെങ്കിൽ പിന്നെ നമ്മൾ കൊഗ്നിറ്റീവ് ടെസ്റ്റ് നടത്തും. ദെൻ പ്ലെയറെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. എല്ലാം നോർമലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സീരീസ് ഓഫ് ഒബ്സർവേഷൻ ടെസ്റ്റുകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ നടത്തും. അതനുസരിച്ചാണ് അർജൻറ്റീനയിലേക്ക് നമ്മുടെ ടീമിനോടൊപ്പം അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കാണ്, അതാണ് നമ്മുടെ ടീം അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം റോഡ്രിഗോ ലാസ്മർ അതാണ് പറയുന്നത്. പക്ഷേ ആലിസൺ ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്, ഹീസ് ഫൈൻ എന്ന് കൃത്യമായിട്ട് റോഡ്രിഗോ ലാസ്മർ ഈ ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഓക്കെയാണ്. എല്ലാവരോടും അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കളിക്കളത്തിലും അദ്ദേഹം അത്തരം പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെസസറി ടെസ്റ്റും മറ്റ് അസസ്മെൻറ്റുകളും ഒക്കെ നടത്തുക. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് അദ്ദേഹത്തെ വാച്ച് ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. ആലിസൺ ഈസ് നോർമൽ നൗ. ഞാൻ വിചാരിക്കുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. നിങ്ങൾ അദ്ദേഹം ബെഞ്ചിലിരിക്കുന്നതും കണ്ടിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി നോർമൽ നൗ. ഒരു കംപ്ലയിൻറ്റും അദ്ദേഹം പറയുന്നില്ല. കളിക്കളത്തിൽ വെച്ച് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന ഘട്ടത്തിലും ഒരു തരത്തിലുള്ള മെമ്മറി ലോസോ ഫെയിൻറ്റിങ്ങോ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കംപ്ലീറ്റ്ലി പൂർണ്ണമായിട്ട് കോൺഷ്യസ് ആയിരുന്നു. ടീമിനോട് പൂർണ്ണമായിട്ടും ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ചെറിയ മൈനർ കംപ്ലൈൻറ്റുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ റോഡ്രിഗോ ലാസ്മർ പറയുന്നു. പക്ഷേ അപ്പോഴും അർജൻറ്റീനയ്ക്കെതിരെ താരം കളിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.